രാജ്യം എമ്പാടും ഉയർന്ന പ്രതിഷേധങ്ങളുടെയും എതിർപ്പുകളുടെയും എല്ലാ ശബ്ദങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു മതേതര രാജ്യമെന്ന പ്രതിച്ഛായക്ക് മങ്ങൽ ഏൽപ്പിച്ചുകൊണ്ട് ബാബരി മസ്ജിദ് തല്ലി തീർത്തിട്ട് 33 വർഷങ്ങൾ കടന്നുപോകുന്നു. ഈ 33 വർഷങ്ങൾക്കിടയിൽ നമ്മുടെ രാജ്യം കടന്നുപോയത് പല രാഷ്ട്രീയ സംഭവവികാസങ്ങളിലൂടെയാണ്. 1990-കൾക്ക് ശേഷമുള്ള രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിൽ ബാബരി മസ്ജിദിൻ്റെ തകർച്ച വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ബാബരി മസ്ജിദ് തകർത്ത കേസ് അന്വേഷിച്ച ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ചർച്ചയായെങ്കിലും കോടതിയുടെ വിധി തന്നെയായിരുന്നു അവസാന വാക്ക്. അങ്ങനെ പള്ളി നിന്ന സ്ഥലത്ത് സുപ്രീം കോടതി വിധിപ്രകാരം രാമക്ഷേത്രം ഉയർന്നു. അതോടൊപ്പം ഡിസംബർ 6 എന്നൊരു കറുത്ത ദിനവും മതേതര മനസ്സുകളിൽ ഉയർന്നു വന്നു. മുഗൾ സാമ്രാജ്യ സ്ഥാപകനായ ബാബറിൻ്റെ പടത്തലവനായിരുന്ന മിർ ബാഖി 1528-ലാണ് ബാബറി മസ്ജിദ് നിർമ്മിക്കുന്നത്. എന്നാൽ പള്ളി നിൽക്കുന്നത് രാമജന്മഭൂമിയിലാണെന്ന വാദത്തെ തുടർന്ന് വർഷങ്ങളോളം സാമുദായിക സംഘർഷങ്ങൾ അവിടെ പതിവായിരുന്നു. ഈ വർഗീയ സംഘർഷങ്ങൾ കുറയ്ക്കാനായി 1858 ബ്രിട്ടീഷ് ഗവൺമെൻറ് ബാബറി മസ്ജിദിന് ചുറ്റും മതിൽ കെട്ടി. പിന്നീട് ഏറെക്കാലം പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ ശാന്തമായി പോയിക്കൊണ്ടിരുന്ന ബാബറിയിൽ 1949 രാമവിഗ്രഹങ്ങൾ കാണപ്പെട്ടു. അത് ഹിന്ദു മഹാസഭ അംഗങ്ങൾ ഒളിപ്പിച്ചു കൊണ്ടുവന്ന് വെച്ചതാണ് എന്ന ആരോപണവുമുണ്ട്. അതിനു പിന്നാലെ മസ്ജിദ് നിൽക്കുന്ന സ്ഥലം തർക്കഭൂമിയായി പ്രഖ്യാപിച്ച സർക്കാർ ഗേറ്റ് താഴിട്ട് പൂട്ടി. എന്നാൽ വിശ്വഹിന്ദു പരിഷത്ത് മസ്ജിദ് ഭൂമിയിൽ ക്ഷേത്ര നിർമ്മാണം നടത്തുമെന്ന് തന്നെ പ്രഖ്യാപിച്ചു. BJP നേതാവായ LK അദ്വാനിയാണ് ആ പ്രക്ഷോഭത്തിൻ്റെ അമരക്കാരനായി മുന്നിൽ നിന്നത്. 1989 പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി മസ്ജിദ് ഹിന്ദുക്കൾക്ക് തുറന്നു നൽകാൻ ഉത്തരവിട്ടു. തൊട്ടടുത്ത വർഷം അദ്വാനിയുടെ നേതൃത്വത്തിൽ BJPയും RSSും വിശ്വഹിന്ദു പരിഷത്തും ചേർന്ന് സംഘടിപ്പിച്ച രഥയാത്രയിൽ 1,50,000 കർസേവകരാണ് പങ്കെടുത്തത്. എന്നാൽ കടന്നുപോയ വഴികളിലെല്ലാം സംഘർഷങ്ങളും ഉണ്ടായിരുന്നു. 1990 ഒക്ടോബർ 23 ബീഹാറിലെത്തിയ രഥയാത്ര ലാലു പ്രസാദ് യാദവ് തടയുന്നു. അദ്വാനി താമസിച്ചിരുന്ന BJP പ്രവർത്തകர்கள் ചുറ്റപ്പെട്ട വീടിൻ്റെ വാതിലിൽ മുട്ടിവിളിച്ച് അറസ്റ്റ് വാറണ്ട് ഉണ്ടെന്ന് അറിയിച്ചത് RK സിംഗ് എന്ന ഒരു ഓഫീസറായിരുന്നു. വാറണ്ട് കാണിച്ച് അദ്വാനിയെ അറസ്റ്റ് ചെയ്ത് അവർ പാറ്റ്നയിലേക്ക് പറന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം BJPയിൽ ചേർന്ന ഇതേ രാജ്കുമാർ സിംഗ് ബീഹാറിലെ അരായിൽ നിന്നും MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. 2017 RK സിംഗ് കേന്ദ്ര മന്ത്രിയുമായി. അദ്വാനിയുടെ ഈ രഥയാത്രയാണ് പിന്നീട് BJPയുടെ ഭാവി തന്നെ മാറ്റിമറിച്ചത്. അതിനുശേഷം 6 വർഷങ്ങൾക്കുള്ളിൽ BJP ആദ്യമായി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയും അദ്വാനി ആഭ്യന്തരമന്ത്രിയുടെയും ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുടെയും പദവി അലങ്കരിക്കുകയും ചെയ്തു. എന്നാൽ നരേന്ദ്രമോദിയും അമിത്ഷായും BJPയുടെ ദേശീയ നേതൃത്വം ഏറ്റെടുത്തതോടെ ശക്തനായ ആ പഴയ നേതാവിനെ തഴഞ്ഞു എന്നതും ചരിത്രമാണ്. 1992 ഡിസംബർ 6 BJP വിശ്വഹിന്ദു പരിഷത്ത് നേതാക്കളുടെ പ്രസംഗങ്ങൾ കേൾക്കാനായി മസ്ജിദിലെത്തിയത് 1.5 ലക്ഷം ആളുകളാണ്. നിമിഷ നേരം കൊണ്ട് അവർ അക്രമാസക്തരാകുകയും അവിടെയുള്ള സുരക്ഷാ സേനയെ കീഴടക്കുകയും ചെയ്തു. ഒടുവിൽ മിനിറ്റുകൾ കൊണ്ട് 400 വർഷം പഴക്കമുള്ള ആ സ്മാരകം പൊളിച്ചു മാറ്റപ്പെട്ടു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇന്ത്യയിൽ ഉടനീളം നടന്ന വർഗീയ സംഘർഷങ്ങളിൽ 2000-ൽ അധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ സുപ്രീം കോടതി വിധിപ്രകാരം മസ്ജിദ് നിലകുന്ന സ്ഥലം കേസിലെ കക്ഷികളായ ഹിന്ദു സംഘടനകൾക്ക് നൽകി. പള്ളി നിർമ്മിക്കാനായി കേസിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനയായ സുന്നി വഖഫ് ബോർഡിന് 5 ഏക്കർ സ്ഥലം നൽകാനും ഉത്തരവായി. 2020-ൽ അവ്യക്തമായ തെളിവുകൾ ചൂണ്ടിക്കാട്ടിയ കേസിലെ 32 പ്രതികളെയും പ്രത്യേക CBI കോടതി വെറുതെ വിടുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയും നടന്നു. എന്നാൽ സുപ്രീം കോടതി നിർദ്ദേശിച്ച സ്ഥലത്ത് പുതിയ പള്ളിയുടെ പണി തുടങ്ങാൻ ഇതുവരെ സാധിച്ചിട്ടുമില്ല. ബാബരി മസ്ജിദ് മതേതര മനസ്സുകളിൽ എന്നും ഒരു ഓർമ്മയായി നിൽക്കണം. ആ ഓർമ്മ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ പ്രവർത്തനം കൂടെയാണ്.